ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചേതൊക്കെ പോളിഷ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ടയർ പോളിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വണ്ടി എത്ര വൃത്തിയായിട്ട് കഴുകി വെച്ചാലും നമ്മൾ ടയർ വൃത്തിയാവാറില്ല. നമ്മൾ അന്നേരം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഷൈൻ വരുമെങ്കിൽ ആ വെള്ളം വറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ടയർ അങ്ങ് മോശമായി അഴുക്ക് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് പിന്നെ കാണപ്പെടുന്നത്. അപ്പം അത് മാറ്റിയിട്ട് ടയർ എങ്ങനെ പുത്തനെ പോലെ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് വലിയ ചിലവില്ലാതെ എങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ 1-2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ടയർ വൃത്തിയാക്കുന്നത്. പല രീതിയിൽ നമുക്ക് ടയർ വൃത്തിയാക്കും. ഇപ്പം ഞാൻ ഒരു രീതിയാണ് അതിനകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നമ്മുടെ ആക്റ്റീവയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആക്റ്റീവയുടെ ടയർ നിങ്ങൾക്ക് ഇന്നത് കാണാൻ പറ്റും. അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്ന അഴുക്കും പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന നിങ്ങളിപ്പം കണ്ടു കാണും. നമ്മൾ ഈ ഒരു ടയറാണ് പുതിയതുപോലെ ആക്കാൻ പോകുന്നത്. എത്രത്തോളം വൃത്തിയാവുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടയറിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ടയർ കണ്ടോ, പൊടിയൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ടയറിന് ചെറിയൊരു ഷൈനിങ് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ഷൈനിങ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വെള്ളം ഒന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഈ ടയർ പുത്തനാക്കാം എന്നുള്ളത് ചെയ്തു നോക്കാം. ഞാൻ ടയർ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഒന്ന് ടിന്നർ, അതായത് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടിന്നർ. ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. പല രീതിയിൽ നമുക്ക് ടയർ പോളിഷ് ചെയ്യാം. ഇന്ന് ഞാൻ ഈ ടിന്നർ യൂസ് ചെയ്തുകൊണ്ടാണ് ടയർ പോളിഷ് ചെയ്യുന്നത്. അതുപോലെ ഒരു ചിരട്ട പാത്രം എന്തെങ്കിലും എടുത്താൽ അത് ജസ്റ്റ് ഇതൊന്ന് ഇച്ചിരി ഒഴിച്ച് മാറ്റി വെച്ചേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു തുണി, അതുപോലെ ഒരു ബ്രഷ്. അതായത് ടയറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്രഷ് കൊണ്ട് എടുത്തേക്കുന്നത്. ഇത് ഇത്ര സാധനം കൊണ്ടാണ് നമ്മൾ ടയർ പോളിഷ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ ടയർ പോളിഷ് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാം. ഇവിടെ തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ കറുപ്പ് വരുന്നുണ്ടോ? ടിന്നർ നമ്മൾ തൂത്ത് പിടിപ്പിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ കറുപ്പായേക്കുന്നുണ്ടോ? നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും ടയർ നല്ല രീതിയിൽ കറുപ്പ് കളറിലേക്ക് തിരിച്ചു വരും. ഞാൻ ഈ ടയറിൻ്റെ ഒറ്റ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പുറത്തെ സൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും, ടയറിനകത്തുണ്ടായിട്ടുള്ള ചേഞ്ച്. നമ്മൾ ഏകദേശം എല്ലാം തുടച്ചിട്ടുണ്ട്. ആ ടയറിനകത്തൊന്ന് ചേഞ്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ അഴുക്കൊക്കെ ഉണ്ട്. അത് വൃത്തിയാക്കാനാണ് ഞാൻ ബ്രഷിൻ്റെ കാര്യം പറഞ്ഞത്. നമുക്ക് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഈ അതുപോലെ തന്നെ ടയറിൻ്റെ ഈ പോയിൻ്റൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ കട്ട വരുന്നതിൻ്റെ താഴോട്ടുള്ള ആ ഇടഭാഗമൊക്കെ അവിടെയൊക്കെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ടയർ വൃത്തിയായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ടിന്നർ ഈ ചിരട്ടയ്ക്കകത്തോട്ട് ഒഴിക്കാം. ടിന്നർ അടച്ചു വെക്കാം. ടിന്നർ പിന്നെ ആവിയായിട്ട് പോകുന്നൊരു സാധനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തുറന്നു വെക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലാണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് പയ്യെ ഇങ്ങനെ തൂത്ത് വെയിൽ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കളർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. ജസ്റ്റ് ഇപ്പുറം സൈഡിലോട്ടിരിക്കാം, എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. ആ ഇടയ്ക്കൊക്കെ ആണെങ്കിലേ അഴിക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇതോട്ട് ബ്രഷാണ് യൂസ് ചെയ്യാൻ എളുപ്പം. കാരണം നമ്മുടെ കാരണത്തുള്ള അഴുക്കൊക്കെ താണ്ട് ബ്രഷിനകത്ത് വറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ടയർ പോളിഷ് ചെയ്ത് തീർന്നിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും ഞാൻ പോളിഷ് ചെയ്തില്ല, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് പോളിഷ് ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കിയോണം. ഈ ഒരു സൈഡിലുള്ള വൃത്തിയുണ്ടോ, ഇവിടെ കുറച്ച് മങ്ങിയിരിക്കുക കണ്ടോ, കാണുമ്പോൾ മനസ്സിലാവും. അപ്പുറം ഇപ്പുറം കൂടെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ട്. ഇവിടെ അഴുക്കൊക്കെ പറ്റിയിരിക്കും. നമുക്ക് ഇപ്പുറത്തെ സൈഡൊന്ന് നോക്കാം. ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അഴുക്കൊക്കെയാണ്. ഇത് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം വരുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ വയ്യ, എങ്കിലും നോക്കിക്കോ.
അഴുക്ക് പിടിച്ചിരിക്കും. എന്നാൽ ഇപ്പുറത്തെ സൈഡ് നോക്ക്, ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടോ. അപ്പോൾ ടയർ പോളിഷ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ ടയർ വൃത്തിയാക്കാം, മറ്റ് പല രീതിയിൽ നമുക്ക് ടയർ വൃത്തിയാക്കാം. ഞാൻ ഇപ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ ടിന്നർ വീട്ടിയിരിപ്പുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ടിന്നർ എടുത്തത്. അപ്പം വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണ് ഞാൻ ടിന്നർ യൂസ് ചെയ്തുകൊണ്ട് ടയർ പോളിഷ് ചെയ്തത്. അതുപോലെ നമുക്ക് പല രീതിയിൽ ടയർ പോളിഷ് ചെയ്യാം. വേറെ ഏതെങ്കിലും ഒരു രീതി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ രീതിയിലും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ടിന്നർ യൂസ് ചെയ്തുകൊണ്ടാണ് ടയർ പോളിഷ് ചെയ്തത്. ചേച്ചി നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പലരും കമൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്കകത്തുള്ള പോരായ്മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ പേരോട് തിരക്കിയിട്ടുണ്ടായിരുന്നു, ടിന്നർ ടയറിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് വല്ലതും വരുമോ, അല്ലെങ്കിൽ റിയാക്ഷൻ വല്ലതും നടക്കുന്നു. അപ്പോൾ പലരും പറഞ്ഞ ഒന്നുമില്ല, റിയാക്ഷൻസ് ഒന്നും വരുത്തില്ല. അതോ നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കിപ്പം ഞാൻ ചോദിച്ചവർ എന്നോട് പറഞ്ഞ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരുത്തില്ല, യൂസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നെന്നുള്ള കാര്യം അറിയാമെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.